ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഈ BS6 വണ്ടികളിലെ OBD1 OBD2 ഉള്ള മോഡലുകളൊക്കെ വണ്ടികൾ എങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കാനിങ് ടൂളായിട്ട് വരുന്ന ഈ ഒരു സാധനമാണ്. നമുക്ക് ഈ ഒരു ഉണ്ടല്ലേ ELM320 എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ സ്കാനറിന് നമുക്ക് സ്കാൻ ചെയ്യാൻ ധാരാളം. നമുക്ക് വലിയ വലിയ എമൗണ്ടിൻ്റെ സ്കാനർ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ സ്കാനർ വെച്ചിട്ട് നമുക്ക് ഒരുവിധം എല്ലാ വണ്ടികളും സ്കാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഓരോ വണ്ടി സ്കാൻ കപ്ലറായിട്ട് ഹോണ്ട, അതുപോലെ തന്നെ യമഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഓരോ കപ്ലർ സൂട്ടബിൾ ആണ്. അപ്പോൾ ആ ഒരു കപ്ലർ നോക്കിയിട്ട് സൂട്ടബിൾ ആണ് കണ്ടതാണ്. ഇപ്പോൾ ഹീറോൻ്റെ ബൈക്കുകളൊക്കെയാണ് വരുന്നതെങ്കിൽ ഹീറോയ്ക്ക് ഈ ഒരു ഹീറോ എന്നുള്ള ഒരു മഞ്ഞ കപ്ലറാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് കാണാം ഈ ഒരു സൈഡിലേക്ക് ഈ കപ്ലർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾസ് പ്രകാരം എല്ലാവരും ഒരേ മോഡലിൽ ആയപ്പം കോമൺലി ഹോണ്ട യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ടൈപ്പ് കപ്ലർ തന്നെ യൂസ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇപ്പോൾ വരുന്ന പുതിയ മോഡൽ വണ്ടികളെല്ലാം ഹോണ്ടയുടെ അവർ ഉപയോഗിച്ചിരുന്ന ആ ഒരു സെയിം കപ്ലർ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ കണക്ട് ചെയ്ത ശേഷം ഇഗ്നിഷൻ ഓൺ ചെയ്യുക. നമുക്ക് ഫോണിനകത്ത് ആപ്ലിക്കേഷൻ ടോർക്ക്, YMOBD അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കണക്ടർ കണക്ട് ആവും, അതിന് വണ്ടി ഈസിയും കണക്ട് ആയാലും ആ ഒരു ബ്ലിങ്കിങ് നിൽക്കുക ചെയ്യാം. അതിനുശേഷം ഫാൾട്ട് കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടില്ല. ഇതിനകത്തിപ്പോൾ ഫ്യൂവൽ പമ്പും അതുപോലെ തന്നെ സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട് ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്താ പറയുക റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ടാങ്ക് അയച്ചിട്ട സമയത്ത് കീ ഓൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പമ്പിൻ്റെ വാർണിംഗ് ലാമ്പ് വന്നിട്ടുള്ളത്. മറ്റുള്ളതെന്ന് വെച്ചാൽ ബാറ്ററി ഡൗൺ ആയിരുന്നു, ബാറ്ററി പുതിയത് വെച്ചിട്ടുള്ളത്. അപ്പം ബാറ്ററിൻ്റെ ആ ഒരു കോഡ് ഇതിൻ്റെ മെമ്മറിയിൽ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെമ്മറിയിലുള്ള ആ കോഡുകൾ ഇറേസ് ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം. ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഡ് പോകുന്നതാണ്. ഈ വാർണിംഗ് ലാമ്പ് എഞ്ചിൻ്റെ വാർണിംഗ് ലാമ്പ് മീറ്റർ കൺസോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു വാർണിംഗ് ലാമ്പ് പോയി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 സെക്കൻഡിനുള്ളിലാണ് ഈ ഒരു വാർണിംഗ് ലാമ്പ് പോവുക. അത് ഹീറോയുടെ ബൈക്കുകൾക്കാണ്. ഹോണ്ടയുടെ ബൈക്കുകൾക്കാണെങ്കിൽ കീ ഓൺ ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു വാർണിംഗ് ലാമ്പ് പോകും. അപ്പോൾ മാനുഫാക്ചറിങ് ബേസ് ചെയ്തിട്ട് അതിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും.